ഞാൻ ഹയ. ഞാൻ മനാൽ. ഞാൻ ഹാനൻ. ഞങ്ങൾ ഇന്ന് ഇറ പാർക്കിലേക്ക് കാഴ്ചകൾ കാണാൻ പോകുകയാണ്. ഞങ്ങളുടെ കൂടെ നെജു, നീലിയും ടീമോണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 13 പേരാണ് പോയത്. കോംബോ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. ആദ്യം പോയത് പെറ്റ് സോണിലേക്കാണ്. പാരറ്റ്സിന്റെ കൂട്ടിൽ കയറി. ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി. പിന്നെ ഞങ്ങൾ മെല്ലൊക്കെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ബേർഡ്സിന്റെ വലിയ കൂട്ടിലേക്കാണ് പോയത്. അവിടെ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷി നമ്മൾ കയ്യിൽ പക്ഷിൻ്റെ ഭക്ഷണം വെച്ചാൽ പക്ഷി നമ്മൾ കയ്യിൽ വരും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ പല ടൈപ്സ് ഓഫ് കോഴികളെയും ടർക്കികളെയും ആടുകളെയും കണ്ടു. ആടുകളെ ഞങ്ങൾ ഫീഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വെള്ളക്കുതിരനെ കണ്ടു. അതിൻ്റെ കണ്ണ് കണ്ടാൽ അത് കൺമശി ഇട്ട മാതിരി തോന്നും. പിന്നെ ഞങ്ങൾ ഡോങ്കീനെ കണ്ടു, കുറേ ടർക്കീസിനെ കണ്ടു, ആടുകളെയും കണ്ടു. ആടുകളെ ഞാൻ ഫീഡ് ചെയ്തു. ആടുകൾ നല്ല കരച്ചിൽ ആയിരുന്നു. ഹംദക്കുട്ടിക്കും ഇഷ്ടമായി. ഒട്ടകം ഞങ്ങളെ വലിയ മൈൻഡാക്കില്ല, കാരണം അത് തിന്നുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എമൂനെയും ഓസ്ട്രിച്ചിനെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഡൗകളുടെയും പിജിയൻ്റെയും വീടുകളിലാണ്. പല ടൈപ്സ് ഓഫ് പിജൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നെത്തിയത് ഒരു പാമ്പിൻ്റെ കൂടിലായിരുന്നു. പല ടൈപ്സ് ഓഫ് പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഹെഡ്ജ് ഹോക്കിനെയും ഒരു ഓസ്ട്രിച്ചിൻ്റെ മുട്ടനെയും കുറേ എലികളെയും കണ്ടു. അണ്ണാൻ പ്രസവിച്ച് കിടക്കുകയായിരുന്നുകൊണ്ട് കണ്ടില്ല. പാമ്പിനെയൊക്കെ കണ്ടപ്പോൾ പേടിയായി. തായ്ലൻഡിൽ നിന്ന് കടുവനെ തൊടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാമ്പിനെ കയ്യിലും പിടിച്ചു. പാമ്പിനെ തൊട്ടത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര സോഫ്റ്റും ആയിരുന്നു, ഭയങ്കര ജെൻറ്റിലും ആയിരുന്നു. എനിക്കിഷ്ടമായി. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു തൊടണ്ട. പക്ഷെ എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തൊട്ടു. ഞങ്ങൾക്ക് പാമ്പിനെ തൊടാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ മെല്ലെ തൊട്ടു. ആ പാമ്പ് വളരെ സോഫ്റ്റായിരുന്നു. പിന്നെ പോയത് ഫിഷ് ഫീഡിങ്ങിനാണ്. അവിടെ കുറേ ടൈപ്പ് ഓഫ് മീനുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വെറൈറ്റിൻ്റെ പേരാണ് കോയിക്കാർപ്പ്. പെറ്റ് സോണിൽ ബായ് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോട്ടറിയിലെത്തി. ഞങ്ങളെല്ലാവരും കൂടി 2 ചട്ടി ഉണ്ടാക്കി. നല്ല രസമുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഉണ്ടാക്കിയ ചട്ടി ഞങ്ങൾ തന്നെ പൊട്ടിച്ചു. പിന്നെ പോയത് ആർച്ചറിയിലേക്കാണ്. ഞങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു. ഹൺട്ടൻ്റെ 10-ലെത്തി. ബാക്കിയുള്ളൊരു 6-ലും കിട്ടിയിട്ടില്ല. പിന്നെ നേരെ ഫിഷ് ബായിലേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. ഇക്ലിയായി. അടുത്തത് ഇൻഡോർ ഗെയിംസിലേക്കാണ് പോയത്. വെറൈറ്റി ഇൻഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ. ഹയമോളും മനാലും കച്ചറുണ്ടാക്കി. പക്ഷേ ഹയമോളും മനാലും തോറ്റുമായില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, അപ്പോൾ കച്ചറുണ്ടാക്കിയാൽ ഒന്നും കിട്ടൂല. അതാണ് കഥൻ്റെ ലെസൺ. ഹംദക്കുട്ടി നല്ലോണം എൻജോയ് ചെയ്തു. വീഡിയോ കണ്ടാൽ അറിയാം. പിന്നെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. പിന്നെ പോയത് ബോട്ടിങ്ങിലാണ്. അവിടെ നല്ല ഒച്ചയാണ്. അത് എന്താണെന്നറിയോ? ഇത് ഹയമോളും ഹംദക്കുട്ടിയും ഭയങ്കര കരച്ചിലാനീനു.
അത് നല്ല ചളിയുള്ള ബോട്ട് തന്നെയാണ്. അതൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയത് പാർക്കിലേക്കാണ്. പാർക്കിൽ മഴ പെയ്തുകൊണ്ട് കുറച്ച് മണ്ണും ചളിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര കളിക്കാൻ വെച്ചില്ല. പക്ഷെ കളിക്കാൻ വയ്ക്കണ അത്ര നമ്മൾ കളിച്ചു. എൻ്റെ കോപ്രായം കണ്ടോ? എല്ലാവരും കണ്ടിരിച്ചോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.